ഇന്ന് ഒരു സോസേജ് റോളിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് കുബൂസും സോസേജും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു സോസേജ് റോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണേ. നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്നും കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അത് നല്ല കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇതൊക്കെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് വെറുതെ ഒന്ന് കൈ കൊണ്ടൊന്ന് അങ്ങനെ ഞരടി കൊടുത്തേ. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ സോസേജ് കഴുകി വൃത്തിയാക്കി പിന്നെ അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് 2 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് അതിൽ പരട്ടി കൊടുത്തുട്ടാ. ഓരോരുത്തർക്ക് 2 ആഴ്ച സോസേജ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സോസേജിലും അങ്ങനെ പരട്ടിയൊക്കെ കൊടുത്ത് ചിലതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിഞ്ഞു പോയിട്ടാ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഫ്രൈ ആക്കണം. അധികം നേരമൊന്നും ഫ്രൈ ആക്കാൻ വയ്ക്കണ്ട. ഓൾറെഡി ഇത് വേവിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഒന്ന് മൂടി വയ്ക്കട്ടെ. 2 മിനിറ്റ് നേരം മതി. അപ്പോഴേക്കും അതിൽ മസാലയൊക്കെ പിടിച്ചോളും. പിന്നെ മയോണൈസ് വേണേ. അപ്പോൾ ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ പോവുകയാണേ. മയോണൈസിലേക്ക് ഏകദേശം ഒരു 2 മുട്ട. ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ എനിക്ക് ഈ ഉണ്ണി പെടാൻ പാടില്ല, എന്നാലും ചെറുതായിട്ട് ഉണ്ണിയൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടതൊക്കെ ഞാൻ അങ്ങോട്ട് നീക്കി കളഞ്ഞു, മഞ്ഞക്കറിയൊക്കെ ഉണ്ടെങ്കിൽ. ഇത് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മയോണൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സംഭവം എനിക്ക് ഭയങ്കര പാടാണ് എടുക്കാനായിട്ട്, ഈ മഞ്ഞക്കരു. അങ്ങനെ വെള്ളം മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ. അതിന് ശേഷം ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അത് ചെറുതാക്കിയിട്ടൊന്ന് ഇതാക്കി കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലിട്ടു. പിന്നെ കുറച്ച് പഞ്ചസാര അതും കൂടെ ഇട്ടിട്ട് ഈ ചെറുതാക്കി ഒന്ന് മിക്സി ഒന്ന് അടിച്ച് കൊടുത്തേ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരണം. ഫുള്ളായിട്ട് അങ്ങോട്ട് ഇടാൻ പറ്റില്ല. ഇത് നമ്മുടെ മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ അടിക്കണത്. അങ്ങനെ കുറേശ്ശെ അടിച്ചടിച്ച് എടുത്തേ. അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അത് കുറേശ്ശെ ഒഴിച്ച്, ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചടിച്ച് അങ്ങനെ എടുക്കണം. അങ്ങനെ എടുത്തിട്ട് പിന്നെ ഒരു സ്പൂൺ വിനാഗിരി അതും കൂടെ ഒഴിക്കണം. അത് ഞാനിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ അത് ഒഴിക്കാറ്. ഇതൊക്കെ ഒന്ന് പതഞ്ഞ് പൊന്തി ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ മാത്രമേ ഞാൻ വിനാഗിരി ഒഴിക്കാറുള്ളൂ. ഫസ്റ്റ് ഒഴിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ല. ലാസ്റ്റ് അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ ഒരു മുന്നിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മാത്രം, കുറച്ചേ ഞാൻ ഉണ്ടാക്കണുള്ളൂ, വിനാഗിരി ഒഴിച്ചു. ഈ വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ ചെറുനാരങ്ങയും കൂടെ ഒഴിക്കാം. എനിക്ക് വിനാഗിരിയിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. എനിക്കിഷ്ടം വിനാഗിരി തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ അതേ ഇതിൽ തന്നെ എനിക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാൻ എടുത്ത് വെച്ച് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണേ, അത് എടുത്തിട്ട് ഈ ഓരോ സോസേജും ഈ പരട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഒന്ന് ഷാലോ ഫ്രൈ മതി, ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒന്ന് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് പിന്നെ ഒന്ന് അപ്പുറം നമുക്ക് മറിച്ചിടാം. അങ്ങനെ ഒരു ഭാഗം വേവിച്ചിട്ട് അപ്പുറത്തെ ഭാഗം ഞാൻ മറിച്ചിട്ട് എന്നിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചു. അതിലേക്ക് കുറച്ച് വെജീസ് വേണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം, ക്യാബേജ്, ഒനിയൻ, ടൊമാറ്റോ, ക്യാരറ്റ് അത് മാത്രമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ള. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് അതൊന്ന് കുഴച്ചിങ്ങനെ ഉപ്പും ചെറുനാരങ്ങ നീരും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരട്ടി 2 മിനിറ്റ് നേരം അതും ഒന്ന് പരട്ടി വെച്ചേ.
പിന്നെ കുബൂസൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് കുബൂസ് എടുത്ത് വെച്ചിട്ട് അതിൽ നിറയെ മയോണൈസ് പരട്ടി കൊടുത്തിട്ട് മയോണൈസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ അത് ഞാൻ പരട്ടി കൊടുത്തേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കച്ചപ്പും കൂടെ ഒഴിച്ചു. അതും നന്നായി എല്ലായിടത്തും അങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ആക്കി. പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഉണ്ണികളൊക്കെ കഴിക്കും. എന്നാലും ഇതിൽ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് കഴിക്കും. അങ്ങനെ നമ്മുടെ 2 സോസേജും ഞാൻ വെച്ചിട്ട് അതിൽ വീണ്ടും കുറച്ച് മയോണൈസൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും കുറച്ച് കെച്ചപ്പും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാനത് മടക്കാനായിട്ട് നോക്കണേ. മടക്കുമ്പോൾ പൊട്ടിപ്പോവാൻ പാടില്ലല്ലോ. അഥവാ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒലിച്ച് ഇതായി വരും. അപ്പോൾ പൊട്ടാണ്ട് വേണം അത് മടക്കാനായിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് ഞാൻ മടക്കുകയാണേ. കുറച്ച് ഒരു ഇത് വേണം അത് മടക്കിയെടുക്കാനായിട്ട്. എൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ, ബട്ടർ പേപ്പർ അങ്ങനത്തെയൊക്കെ പോലത്തെ, അതുണ്ടെങ്കിൽ സുഖം ഇങ്ങനെ ആ പേപ്പർ കൊണ്ട് ഇങ്ങനെ മടക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. എന്നിട്ട് അടുത്തതും കൊണ്ടെടുത്തു. അടുത്തത് ഇതേപോലെ തന്നെ മയണൈസൊക്കെ ഇട്ട് മയണൈസ് എല്ലായിടത്തും ആവണ വിധത്തിൽ ഒന്ന് പരട്ടി കൊടുത്ത് പിന്നെ ഈ കച്ചപ്പും കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ വെജീസ് എല്ലായിടത്തും കൂടെ ഇട്ടിട്ട് 2 സോസേജ് കൂടെ വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ മയണൈസ് ഇട്ട് കെച്ചപ്പും കൂടെ ഇട്ട് വീണ്ടും ഞാനത് മടക്കി വയ്ക്കുകയാണ്. അങ്ങനെ ഒരു 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രിപ്പിൽ ഇനി അമ്മ വന്നിട്ടില്ല, അപ്പോൾ ചൂട്ടോടു കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചു. ഈ മയണൈസും സോസൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരെണ്ണത്തിലേക്ക് അമ്മയ്ക്കും കൂടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത അളവൊക്കെ കറക്റ്റായിരുന്നു. ഈ മയോണൈസ് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ. അത് ഉണ്ടാക്കലും കഴിക്കലും പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ അത് അത്ര നല്ലതല്ല മയോണൈസൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ വെക്കാറില്ല. മയോണൈസ് ആവശ്യമുള്ളപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഞാൻ 3ാമത്തെയും കൂടെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ 3 റോളും കൂടെ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് വെജീസും കൂടെ എടുത്തിട്ട് അങ്ങനെ ഉണ്ണികൾക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണേ. അപ്പോൾ ഞാനിന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ മയണൈസൊക്കെ അങ്ങനെ ഒലിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ മയണൈസ് ഇങ്ങനെ കഴിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒലിച്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത്. അത്രയും ടേസ്റ്റുള്ള ഒരു റോളാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ നമുക്ക് ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കുമ്പോഴും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.